ഒരു കണക്ഷൻ. അപ്പൊ അത് നമുക്ക് കാണാം ഏതൊക്കെയാണ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സംഗതികൾ. അപ്പൊ നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്ത് തൊട്ടടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കാര്യം എന്താണ് സെന്റൻസിലെ ഓരോ വാക്കിന്റെ ഗ്രാമാറ്റിക്കൽ കാറ്റഗറി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള മെക്കാനിസമാണ്. ഇപ്പൊ സാധാരണഗതിയില് സ്പീഡിന്റെ ആ നൊട്ടേഷൻ കൂടെ അവിടെ ഞങ്ങൾ കൊടുക്കുന്നത്. adjective, pronouns, prepositions, conjunctions, interjections, articles, ഇങ്ങനെയുള്ള ഒരു സെറ്റ് സാധനങ്ങൾ നമ്മുടെ ടാഗുകൾ കൊടുക്കുന്ന ടാഗിങ് വേർഡുകളാണ്. അപ്പൊ ഇത് നമുക്ക് സെന്റൻസിൽ എങ്ങനെ ടാഗ് ചെയ്യണം? അതിന്റെ ലൈബ്രറികൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യും. ഒന്ന് ടാഗ് സെറ്റ്. സെറ്റില് ഈ ടാഗിന്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് എന്തൊക്കെയാണ് ടാഗ്, ഒരു ടാഗ് എന്താണ്, എന്താണ് എന്താണ് അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ ടാഗ് ഡൗൺലോഡ്. ഇത് നേരെ ആ നേരത്തെ പറഞ്ഞ സ്ഥലത്താണ് പോയിരിക്കുന്നത്. റൂട്ട് സ്ഥലത്താണ് ഇത് വീണ്ടും പോയി. ഇനി നമ്മള് ഒരു ടാഗ് ചെയ്യാനുള്ള ഒരു ടാഗ് ഡൗൺലോഡ് ചെയ്യും. രണ്ട് ടാഗ് ഡൗൺലോഡ് ടാഗ്. Now we can tag. നമ്മള് സ്റ്റെം ചെയ്ത വാക്കിനെ നേരത്തെ എടുത്തില്ലേ, ഞാൻ ടാഗ് ചെയ്യാൻ ടാഗ് എഴുതി ഇനി സെന്റൻസ് യു ക്യാൻ യൂസ് ട്രൈ ടാഗ്. വേറെ സെന്റൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ടോക്കണൈസ് ചെയ്ത് സ്റ്റെം ചെയ്തോ അല്ലെങ്കിൽ സ്റ്റെം ചെയ്യാതെ ടാഗ് ചെയ്തു. ഇത് ഓരോന്നും ടാഗ് ചെയ്ത് ഇത് അപ്പൊ ഇതിനൊരു നൊട്ടേഷൻ. ഓരോ വാക്കും ജെ എന്ന് പറഞ്ഞ എന്താണ്, സി ഡി എന്ന് പറഞ്ഞ എന്താണ്, ഇത് നമുക്ക് പലപ്പോഴും കൺഫ്യൂസ് ചെയ്യാം. അപ്പൊ അതിനൊരു കണ്ടുപിടിക്കാൻ ഇതെങ്ങനെ ഇതിന്റെ മീനിങ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ഇസ് അനദർ എക്സാമ്പിൾ. ഈ എയ്റ്റ് ഫോർ അതിന്റെ ടാഗ് കിട്ടും. ഈ എന്നത് ERP ആണ്, 8 എന്നത് EGD ആണ്, ടോക്കൺ എന്നത് എങ്ങനെയാണ്. some kind of an explanation for each of them. ഉദാഹരണം നമുക്ക് TRP എന്താണെന്ന് മനസ്സിലാക്കി ഹെൽപ്പ് ഹ്യൂമൻ ടാക്സ്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയുടെ ടാക്സ് സെറ്റാണ്. ഒരു സെറ്റ് ടാക്സ് അവരോട് TRP എന്താണ്? പ്രോണൗൺ, പേഴ്സണൽ പ്രോണൗൺ. വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കത് വായിച്ച് മനസ്സിലാക്കില്ലെങ്കിൽ ഒന്ന് ടാഗ് ചെയ്യും. എന്താണ് മനസ്സിലാക്കുന്നത് പറയാം. അടുത്ത നിങ്ങളെല്ലാം ചെയ്തിട്ടോ? അതിന്റെ അടുത്ത സ്ഥാനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് പലതരത്തില് പിന്നെ ടാഗ് ചെയ്തിട്ട് ഓരോ ടാഗ് എത്രയാണെന്ന് എണ്ണയില്ല. നൗൺ 5 എണ്ണമുണ്ട്, VGs 5 എണ്ണമുണ്ട്. ഇതെല്ലാം ഈ സീക്വൻസിൽ വർക്കിംഗ് വിത്ത് സംതിങ്. അപ്പൊ അതിന് മിച്ചം വന്നതാണ്. അപ്പൊ നമ്മുടെ സീക്വൻസില് നമ്മുടെ
ചെയ്തു, അല്ലെങ്കിൽ ലെമനേറ്റ് ചെയ്തു, എന്നിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് താഴെ. ഇനി ഇങ്ങനെ താഴെയത് കിട്ടിയ ആൾക്കാർക്ക് ഏതൊക്കെയാണ് നെയിമുകൾ, അല്ലെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഓരോ ആക്ഷൻസ് മനസ്സിലാക്കി എടുക്കണം, അതുപോലെ ഇവന്റുകൾ മനസ്സിലാക്കണം, ആളുകളെ മനസ്സിലാക്കണം, സ്ഥലങ്ങൾ മനസ്സിലാക്കണം. ാണ് നമുക്ക് എണ്ണിയാണ്, അല്ലെങ്കിൽ നെയിംഡ് എൻറ്റിറ്റികളെ എങ്ങനെ റിക്കഗ്നൈസ് ചെയ്യാം. നമ്മൾ വായിച്ചു നോക്കും, എന്താണ് നെയിംഡ് എൻറ്റിറ്റി റിക്കഗ്നിഷൻ വായിക്കും. പലതരത്തിലുള്ള നെയിംഡ് എൻറ്റിറ്റികൾ പോസിബിൾ. ക്ലിയർ ആയില്ല എന്താണ് കാര്യം. നമ്മൾ എണ്ണിയാണ്. അപ്പൊ അതിന് കൂടെ തന്നെ ഉപയോഗിക്കുന്നത് ചങ്കിങ് എന്ന് പറഞ്ഞ ഐഡിയ. നമ്മൾ ഈ സെന്റൻസുകളെ പലപ്പോഴും നമ്മൾ സബ്സെന്റൻസ് ആയിട്ട് നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നൗൺ ക്ലോസ് ഇപ്പൊ ചെയ്യുന്നില്ല. ഗ്രാമർ പഠിപ്പിക്കും വലിയ സെന്റൻസ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറായിട്ട് അനലൈസ് ചെയ്യാൻ പഠിപ്പിക്കുക. സബോർഡിനേറ്റ് ക്ലോസ്, മെയിൻ ക്ലോസ് പഠിക്കുന്ന പഠിപ്പിക്കുന്നത്. ഈ ഗ്രാമർ കഴിച്ചു പഠിപ്പിക്കുക. വലിയ സെന്റൻസ് അതിനകത്ത് മെയിൻ ക്ലോസ് ചെയ്താ, സബോർഡിനേറ്റ് ക്ലോസ് ചെയ്താ, അഡ്ജക്റ്റീവ് ക്ലോസ് ചെയ്താ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ പലപ്പോഴും നിങ്ങളുടെ ഈ വലിയ സെന്റൻസിൽ ഒന്നിച്ചു പോകുന്ന സാധനം ചെയ്ത് ചില വിശേഷണങ്ങളൊക്കെ അതെല്ലാം ഒന്നിച്ച് ചങ്കാണ്. ഫ്രേസുകളുണ്ട്, നോൺ ഫ്രേസുകളുണ്ട്, ഒബ്ജക്റ്റീവ് സാധനങ്ങൾ, അഡ്വർബ് ഫ്രേസുകൾ. അപ്പൊ നമ്മള് ഈ നെയിംഡ് എൻറ്റിറ്റി മറ്റേ ബ്യൂട്ടിഫുൾ ലേഡി കൂടുതൽ അട്രിബ്യൂട്ടല്ലേ അതിന് ചാൻസ് ഉണ്ടാക്കണം. മെയിൻ എൻറ്റിറ്റി ഉണ്ടാക്കണം ചെയ്യാനായിട്ട് നമ്മൾ മാക്സ് ആൻഡ് ചങ്ക് ടൂളാണ് ഉപയോഗിക്കുന്നത്. അതെന്താണ് താഴെ എഴുതി ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് താഴെ എഴുതി വായിച്ചു നോക്കുന്നു. താഴെ എഴുതിയ മാക്സ് ആൻഡ് ചങ്കർ എന്താ, ഇതിന്റെ ടൈപ്പ് ഓഫ് ചങ്കർ. ചങ്കർ എന്താണെന്ന് മനസ്സിലാലോ, ഒരു ഗ്രൂപ്പിനെ തിരിച്ചറിയും. റോസിനെ തിരിക്കുന്നത് ഇത് maximum entropy algorithm to identify. So there are many algorithms to do this. ആൾക്കാരിന് അൽഗോരിതം ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ML അപ്രോച്ച് ഉപയോഗിച്ച് ചെയ്തേക്കുന്നത് വേർഡിന്റെ ഐഡന്റിറ്റി, പാർട്സ് ഓഫ് സ്പീച്ച്, കണ്ടക്ച്വൽ ഇൻപുട്ട്, സറൗണ്ടിങ് വേർഡ്, ഇതെല്ലാം ഇതിന് ഈ ചങ്കർ തിരിച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ മാക്സിമം ചങ്കർ ഡൗൺലോഡ് ഡൗൺലോഡ്. അപ്പൊ അത് this again goes to the same place. ഡേറ്റ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ പോയി നോക്കി കുറെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ സാധനങ്ങളും. ഈ ഒരു ബേഡ് സെറ്റ് ഇത് ഉൾപ്പെട ബേഡുകൾ ഒന്നുകൂടെ നേരത്തെ ഓർഗനൈസ് ചെയ്യാൻ പോകും. എന്നിട്ട് പിന്നെ ചങ്ക് ചെയ്തേക്കുന്നു. ഓർഗനൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇതോടെ പാർക്കിംഗ് സ്ട്രക്ചറാണ്. പാർക്ക് ചെയ്യുന്ന പടമാക്കി കാണിച്ചു, പടം കാണിച്ചു സെന്റൻസ് ആണ്. അതിനകത്ത് ഒരു പോർഷൻ
പേഴ്സൺ ആണ് ഇയർമാർക്ക്. ഇത് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. ഈ നോക്കി ഇവിടുത്തെ സാധനങ്ങൾ നോക്കിയിട്ടേ പിന്നെ ടാഗ് ചെയ്ത് ഒരു പാർട്ടി ആയിട്ട് ഈ സാധനങ്ങൾ ടാഗ് ചെയ്ത് അതാണ് നിങ്ങളെ പാർട്സ് ഓഫ് സ്പീച്ച്. അതിന്റെ പാർട്സ് ഡൗൺ ചെയ്താൽ ക്ലോസ് ചെയ്താൽ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന്റെ പുറത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യും. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇങ്ങനെ ഉണ്ടാക്കിയ സ്ട്രക്ചറിന്റെ പുറത്ത് ഹൈഡ്രേറ്റ് ചെയ്ത് അതുപോലെ ലാംഗ്വേജ് മോഡലിംഗ് ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ അത് ഉണ്ടാക്കുന്നതിനുള്ള വഴിയാണ്. I think you can just skip the next two things. Frequency of birds and it also came from elsewhere. So you can just leave that or you can just run. Histogram ഉണ്ടാക്കിയിരുന്നു. ഓരോ വാക്ക് എത്ര തവണ histogram. Now, two more things are. ഒന്ന് ട്രൈഗ്രാംസും ബൈഗ്രാംസും. രണ്ട് അഡ്ജസന്റ് വാക്ക് കൺസെപ്റ്റ്. എക്സാമ്പിൾ കാണിക്കുന്നു. രണ്ട് തമ്മിൽ കൺസെപ്റ്റ് ബ്രൗൺ ജംസോ അത് ചിലപ്പോൾ കാണുന്നു. അടുത്ത വാക്ക് ചിലപ്പോൾ ചില സമയത്ത് അഡ്ജസ്റ്റ് മൂന്ന് വാക്കുകൾ തമ്മിൽ എഴുതുന്നതാണ്. ടെക്സ്റ്റ് ഇങ്ങനെ അനാലിസിസ് ഒക്കെ നടത്തുന്നത് നമ്മൾ ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, താങ്ക് യു. ഇതെല്ലാം ഒന്നിച്ച് ഒറ്റയായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെയാണ് മൂന്നെണ്ണത്തിന്റെ ഗ്രൂപ്പിനാണ് ട്രൈഗ്രാമുകളാണ്. ട്രൈഗ്രാം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണത്തിന്റെ ഗ്രൂപ്പ്. അപ്പൊ അതിന് മീനിങ് ഉള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടത് എല്ലാത്തിനും ആവശ്യമില്ല. ട്രൈഗ്രാം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ട്രൈഗ്രാംസ് ഉണ്ടാക്കും. ഇതിന് മീനിങ്സ് ഉള്ള സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ രണ്ടും മൂന്നും ആക്കിയിട്ട് അപ്പൊ അതിൽ മീനിങ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്യാൻ. അതിനുള്ള വഴിയാണ് ട്രൈഗ്രാം. അത് നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ സംഭവമാണ്. നേരെ രണ്ടിന്റെയും മൂന്നെണ്ണത്തിന്റെ സ്ഥാനമാക്കിയിട്ട് ട്രൈഗ്രാം ആക്കി നമ്മൾ I think I got പരിഗ്രാം ഉണ്ടാക്കാം. ഒന്ന് രണ്ട് ഒരേപോലെ ഇപ്പൊ ബോർഡ് ഇതിപ്പോ ഒരെണ്ണം രണ്ടാക്കി ഒരെണ്ണം മൂന്നായി കറക്ഷൻ ചെയ്യാം. ട്രൈഗ്രാമും ബൈഗ്രാമും രണ്ടെണ്ണം തിരിക്കുന്നു, മൂന്നെണ്ണം തിരിക്കും. നമുക്ക് ആ മീനിങ്സിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയ സാധനങ്ങളിൽ നമ്മളിനി ചില സാധനങ്ങൾ വീണ്ടും ബില്ല് ചെയ്യാൻ പറ്റും. Finally, you need this parser. Parser you can read and finish off the book. Essentially, this is the comparative display parser for that. Parser past period, past period, more or back period. It will work. Okay.
അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഒരു കാര്യം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അപ്പൊ അതിന്റെ ഷോർട്ട് കോഴ്സ് ലിംഗ്വിസ്റ്റിക്സ് ഒരു ഷോർട്ട് കോഴ്സാണ്. നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചു, നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് ആണ് എഞ്ചിനീയറിംഗ് ആണോ? എഞ്ചിനീയറിംഗ് ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചത് എങ്ങനെ? ലിംഗ്വിസ്റ്റിക്സ് കോഴ്സ് എടുത്തോ? അതിലെന്തൊക്കെ പഠിച്ചേ? ഈ കാര്യങ്ങളല്ലേ എന്താണ് ഡെപ്ത് പഠിച്ചത്? ഓരോ ഷിഫ്റ്റിന്റെ ടൈം പഠിച്ചിട്ടില്ലേ? ഓരോ ഷിഫ്റ്റും അത് അതിന്റെ അൽഗോരിതംസ് എങ്ങനെയാണ്, അത് ഓരോന്ന് എങ്ങനെയാണ് ഇന്നത്തായിട്ട് നോക്കി ഇതൊക്കെ അത് തന്നെയാണ് ഇതിനകത്ത് റിസർച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ചെയ്യേണ്ടത്. പോയിന്റില് ഒരു ഈ ഡെപ്ത് പഠിക്കുന്നത് എങ്ങനെയാണ് ഈ ലിംഗ്വിസ്റ്റിക്സ് കോഴ്സ് ക്ലാസ് ആ കോഴ്സ് ഓൺലൈൻ ഉണ്ട്. ഓൺലൈനിൽ സ്വയത്തിലാണ് വേറെ കോഴ്സ് നാച്ചുറൽ ലാംഗ്വേജ് കോഴ്സിന്റെ സാധനങ്ങൾ ഏതെങ്കിലും ഈ അവർക്ക് പോയാൽ എൻപിഡിലാണോ ഉള്ളത് അതോ അവൻ പോയാൽ ഈ കോഴ്സ് ഇതിൽ റിസർച്ചോ അങ്ങനെ ചെയ്യാൻ പോകുന്ന ആൾക്കാർ എടുക്കുന്ന കോഴ്സുകൾ എന്താണ് പറഞ്ഞത് കുറച്ച് മറ്റേ നമ്മള് മറ്റേ ഫൈനൽ ഓട്ടോമേറ്റ് തിയറിയില്ലേ,
അതെല്ലാം കുറച്ചുണ്ട്. ഇത്തിരി മാസാണ്. If you are planning to work on this, go for Pawan course. There is another one more course from MIT to Kanpur. But you can look for things. Linguistics in that are wide appeal. Now, representation നമുക്ക് വാക്കുകളാണ് ഇപ്പോഴുള്ളത്. വാക്കുകളെല്ലാം വാക്കാണ്. ഈ വാക്കുകൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇത് ട്രാൻസാക്ട് ചെയ്യുന്നത് you need to make representations into some kind of number. മെട്രിക്സ് ഫോമിലോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പയർ. നേരത്തെ ഞാൻ പറഞ്ഞത് തണ്ടറും ബ്ലിസാർഡിനും സ്റ്റോമും ബ്ലിസാർഡിനും കമ്പയർ ചെയ്യണമെങ്കിൽ you need some kind of a numerical. Tomorrow we will see some of these representations. അപ്പോൾ അതിന് റീസെന്റ് ആയിട്ട് കുറേയധികം ന്യൂമർ മോഡൽസ് ഉണ്ട്. ആദ്യകാലത്ത് നേരത്തെ techniques recent ആയിട്ട് വന്നു. So we will have an overview of those things. Okay, then we go on like that. എങ്ങനെയാണ് ഇത് so I think we can wind up for today and we'll meet tomorrow. 9:30 will be fine. ഇൻട്രസ്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാവുന്ന ഒരു വഴിയുണ്ട്. നോട്ട്ബുക്കിൽ ആ നോട്ട്ബുക്ക് നിങ്ങളുടെ ലാപ്ടോപ്പില് ജൂപ്പിറ്ററിൽ എടുത്തിട്ട് ഇത് ജൂപ്പിറ്റർ ഓടിച്ച് ജൂപ്പിറ്ററിന്റെ ബ്രൗസ് ചെയ്ത് പോയാൽ തന്നെ കാണാൻ കുറെ നാൾ വർക്കാവും. സ്മൂത്തായിട്ട് വർക്കാവും. ഉണ്ടാവില്ല ചെയ്താൽ നിങ്ങൾ കുറെ കാണാൻ സാധിക്കും. That will be a good exercise you can try. Normally, നമ്മൾ ജൂപ്പിലാണ് ചെയ്യുക.
കടലായിരുന്നു